സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ വീട്ടിൽ മദ്യപാനിയുണ്ടോ? തീർച്ചയായിട്ടും കാണും. ചില ആളുകൾ പരസ്യമായിട്ട് മദ്യപിക്കുന്നവരാകാം എല്ലാവരുടെയും മുൻപാകെ. മറ്റു ചില രഹസ്യമായി മദ്യപിക്കുന്നവരാകാം. എന്താണ്? മദ്യപിച്ചിട്ട് മിണ്ടാതിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം വെളിയിൽ വരും, ശരിയല്ലേ? എപ്പോഴും മുഖം തുടയ്ക്കുന്നതായ ഒരു വ്യക്തി ഒന്നുകിൽ സിഗരറ്റ് വലിക്കുന്നവനാകാം, അല്ലെങ്കിൽ മദ്യപിക്കുന്നവനാകാം. എപ്പോഴും മുഖം തുടയ്ക്കുമെന്ന് വിചാരിക്കുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവർ മദ്യപാനം ഒരു ശീലമാക്കുന്നത് വരെ, മദ്യപാനത്തിന് അടിമയാകുന്നത് വരെ നമുക്ക് അത് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. ആരും ഒരിക്കലും ഒറ്റയടിക്ക് 10 കുപ്പി മദ്യം കുടിച്ച് തുടങ്ങുന്ന വ്യക്തികളല്ല. അത് വളരെ പതിയെ പതിയാണ് അവർ ചെയ്തു വരുന്നത്. ഒരു പെഗ്ഗിലായിരിക്കും തുടങ്ങുന്നത്. പതിയെ 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 ഇങ്ങനെ കൂട്ടി ഭയങ്കരമായ മദ്യപാനിയായിട്ട് മാറുന്നു. നമ്മൾ അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിലെ പുരുഷന്മാരാകട്ടെ, നിങ്ങളുടെ മക്കളാകട്ടെ, അവർ വ്യത്യാസമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രത്യേക രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ അരികിൽ നിന്ന് അവർ മാറി നിൽക്കുവാൻ വേണ്ടി ശ്രമിച്ചാൽ, മൗനമായിരിക്കാൻ ശ്രമിച്ചാൽ അവരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവരെ അങ്ങനെ തന്നെ വിട്ടാൽ വലിയ ആപത്തിലേക്ക് പോകുന്നത് കൊണ്ട് ആ സമയത്ത് നീ കർത്താവിൻ്റെ സന്നിധിയിൽ ആ വിഷയം വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. മൗനിക എന്നൊരു മാതാവ്, അവർക്ക് വളരെ താമസിച്ച് ജനിച്ച മകനാണ് അഗസ്റ്റിൻ. ആ മകനെ ഒരുപാട് സ്നേഹിച്ച് അഗസ്റ്റിൻ എന്ന പേരിട്ടു. എന്നാൽ ആ കുഞ്ഞ് വളർന്നു വരുംതോറും വഴിതെറ്റാനിടയായി. ദുഷിച്ച കൂട്ടുകെട്ടുകളിൽപ്പെട്ട് വേശ്യാവൃത്തിയിൽ അടിമയായി തീരുവാനായിട്ടിടയായി. മകനെ, നിന്നെ എനിക്ക് ദൈവം തന്നതാണ്, അതുകൊണ്ട് നീ ദുശ്ശീലത്തിന് അടിമയായി മാറാൻ പാടില്ല എന്ന് അവൻ്റെ അമ്മ അപേക്ഷിക്കുമ്പോൾ, നിന്നെ ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത്, അതൊന്നും എനിക്കറിയേണ്ട, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുമെന്ന് പറയുമായിരുന്നു. മാതാവ് നിസ്സഹായതയോടെ ഉപവാസ പ്രാർത്ഥന ചെയ്യുവാൻ ഇടയായി. കർത്താവെ, നീ തന്നെ അവനെ മാറ്റണം. ഈ ലോകത്തിൽ ആർക്കും അവനെ മാറ്റുവാൻ കഴിയുകയില്ല. നിങ്ങൾക്കറിയാമോ, ഒരു പാപിയെ മാറ്റുവാൻ കഴിയുന്ന മരുന്നാകട്ടെ, മന്ത്രമാകട്ടെ, ഇഞ്ചക്ഷനാകട്ടെ ഈ ലോകത്തിൽ ഇല്ല. ഉണ്ടോ? ഡോക്ടറെ, എൻ്റെ വായിൽ നിന്ന് അറിയാതെ ചീത്ത വരികയാണ്. ചീത്ത വരാതിരിക്കാൻ എനിക്കൊരു ഗുളിക തരാമോ, അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യാമോ എന്ന് ചോദിച്ചാൽ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ഡോക്ടർ ചോദിക്കും. അവനെ ചീത്ത വിളിപ്പിക്കാതിരിക്കാനുള്ള മരുന്നില്ല. പാപം ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം ഉള്ളതായ പ്രത്യേക മരുന്നോ മന്ത്രമോ ഒന്നും തന്നെയില്ല. ട്രീറ്റ്മെൻ്റ് ഇല്ല. കൊറോണ രോഗം വന്നു, എന്നാൽ അതിനും വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ പാപത്തിന് മാത്രം യാതൊരു മരുന്നോ വാക്സിനോ ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. യേശുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തമാണ് പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ, പാപത്തിൽ നിന്ന് നമ്മെ കഴുകുവാൻ, നമ്മെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു കാൽവറിയിൽ രക്തത്തെ ഒഴുക്കി. പാപികളായ മനുഷ്യരായ നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ സമർപ്പിച്ച് രക്തം ഒഴുക്കി നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞാൽ അവൻ വിശ്വസ്തനും നീതിമാനുമായതുകൊണ്ട് സകല പാപത്തിൽ നിന്നും നമ്മെ വിടുവിക്കും. യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം സകല പാപങ്ങളെയും കഴുകി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. നമ്മുടെ കാലിൽ ചെളി പറ്റിയാൽ നേരെ കൊണ്ടുവന്ന് വെള്ളത്തിൽ കഴിയാൽ ആ ചെളി പോകുവാൻ ഇടയാകും. എന്നാൽ നമ്മുടെ കാലിൽ ടാർ പറ്റുകയാണെങ്കിൽ എന്തു ചെയ്യും? മണലിട്ട് കഴുകുവാനിടയാകും. നമ്മുടെ ഷർട്ടിൽ മഷിയായാൽ എന്തു ചെയ്യും? നാം വെള്ളമൊഴിച്ചാൽ പോകില്ല, സോപ്പിട്ടാൽ പോകില്ല, നാരങ്ങ തേച്ചിട്ട് കളയാനിടയാകും. ഇപ്പോൾ ആരും തന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എന്താണ്? നാരങ്ങ തേച്ചാൽ ആ മഷി പോകാനിടയാകും. ഓരോന്നിന് ഓരോ രീതിയിലുള്ള മരുന്നുകളാണുള്ളത്. എന്നാൽ പാപത്തെ കഴുകണമെങ്കിൽ എന്താണ് വേണ്ടത്? മണ്ണെണ്ണയും നാരങ്ങയും അതുപോലെ സോപ്പുമൊക്കെ തേച്ച് വൃത്തിയായിട്ട് കഴുകുകയാണ് എങ്കിൽ നിങ്ങളുടെ പാപം പോകുവാനിടയാകുമോ? നീ എത്രത്തോളം കഴുകിക്കളഞ്ഞാലും നിന്റെ പാപം നിന്നിൽ വെളിപ്പെട്ട് വരുന്നത് കാണുന്നു. ഇന്ന് മനുഷ്യൻ തന്റെ പാപത്തെ പോക്കുവാൻ വേണ്ടി ഒരുപാട് മന്ത്രങ്ങളും കാര്യങ്ങളുമെല്ലാം ചെയ്യുന്നു, ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്യുന്നു. എന്നാൽ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കണമെങ്കിൽ അതിന് ഒരേയൊരു മരുന്ന് പശ്ചാത്താപം മാത്രമാണ്. നാം അനുതാപത്തോടുകൂടി യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ നാം എല്ലാം നിർദോഷികളായിട്ട് മാറുകയാണ്. ആ അഗസ്റ്റിൻ മാതാവ് പ്രാർത്ഥിക്കും തോറും മകൻ വഴിതെറ്റിപ്പോവുകയാണ്. എങ്കിലും ആ അമ്മ ഇടവിടാതെ പ്രാർത്ഥിക്കാനിടയായി. ഒരു ദിവസം ഒരു വേശ്യയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ
അപ്പോൾ രാത്രിയായിട്ടില്ല, അല്പം കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ച് അവളുടെ വീട് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ട് തിരികെ വരാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അവൻ അങ്ങനെ കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ അവിടെ റോഡരികിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. കുറെ ആളുകൾ കൂടി നിന്നിട്ട് അവിടെ പാട്ട് പാടുകയാണ്. പാട്ട് കേൾക്കുവാൻ നല്ല രസമുണ്ട്, കേട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ നിന്നു. പാട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ദൈവദാസൻ ഒരു ചെറിയ പ്രസംഗം നടത്തുകയാണ്. ഇവിടെ പ്രസംഗം നടക്കുമ്പോൾ മാതാവ് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ഉപവാസ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ മകൻ ഇവിടെ നിന്ന് ഇത് കേൾക്കാതിരിക്കുവാൻ പരമാവധി ശ്രമിച്ചു, തിരിച്ചു പോകാൻ ശ്രമിച്ചു. എന്നാൽ അറിയാതെ തന്നെ അവനവിടെ നിന്ന് അത് കേൾക്കേണ്ടി വന്നു. അത് കേൾക്കുവാൻ ഇടയായി. ദൈവദാസൻ വചനം പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇത് രക്ഷാദിവസമാണ്, ഇതാകുന്നു പ്രസാദകാലം, ഇന്ന് തന്നെ മാനസാന്തരപ്പെടുക, നിന്റെ പാപങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ അഗസ്റ്റിൻ മുഴങ്കാലിൽ വീഴാനിടയായി. അയാൾ തിരികെ പോകാൻ ശ്രമിച്ചപ്പോൾ കാൽ ആണികൊണ്ട് അടിച്ചതുപോലെ അവിടെ നിൽക്കുകയാണ്. അവസാനം അവിടെ തന്നെ വീണ് പശ്ചാത്തപിച്ച് തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. അവന് വലിയ വിടുതൽ ലഭിച്ചു. അവൻ്റെ സകല പാപത്തിൽ നിന്നും വിടുതൽ ലഭിച്ചു. മാതാവ് എവിടെയോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ വഴിയുടെ നടുവിൽ വെച്ച് മകന്റെ മേൽ ആ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെട്ടു. ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എനിക്കിനി വേഗം വീട്ടിലേക്ക് പോകണം, എൻ്റെ അമ്മയെ കാണണം, അമ്മ എനിക്ക് വേണ്ടി നാളുകളായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്ന് സന്തോഷത്തോടെ തിരികെ പോകുന്നതായ സമയത്ത് ആ വേശ്യ അവിടെ ഇരിക്കുകയാണ്. അവൾ ഇവനെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഇവൻ മാനസാന്തരപ്പെട്ട് പുതിയൊരു ഹൃദയം പ്രാപിച്ച് പുതിയ ജീവിതം പ്രാപിച്ച് മുൻപോട്ട് വരുമ്പോൾ അവൾ അവിടെ നിൽക്കുന്ന കാര്യം തന്നെ അവൻ അറിയുന്നില്ല. അവൻ അവളെ കാണാതെ മുൻപോട്ട് കടന്നു പോവുകയാണ്. അവൾ ഇവനെ കണ്ട് വിളിച്ചു പറഞ്ഞു, അഗസ്റ്റിൻ, അഗസ്റ്റിൻ, ഐ ആം ഷീ. അവൾ വിളിച്ചു പറയുകയാണ്, ഇത് ഞാനാണ് അഗസ്റ്റിൻ, ഇത് ഞാനാണ് എന്ന് പറഞ്ഞു. അഗസ്റ്റിൻ അപ്പോൾ പിന്തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, യു മേ ബി ഷീ ബട്ട് ഐ ആം നോട്ട് ഹീ എന്ന്. നീ ഒരു പക്ഷേ ആ പെൺകുട്ടിയായിരിക്കാം, എന്നാൽ ഞാൻ മാത്രം ആ പഴയ മനുഷ്യൻ അല്ല. പിന്നീട് സെന്റ് അഗസ്റ്റീനായിട്ട് മാറപ്പെടാനിടയായി, വിശുദ്ധ അഗസ്റ്റീനായിട്ട് മാറി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ മാതാവിൻ്റെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയാണ്. ഒരു ദിവസം അഗസ്റ്റീൻ സാക്ഷ്യം പറയുകയാണ്, എൻ്റെ അമ്മയുടെ കണ്ണുനീരോട് കൂടിയുള്ളതായ പ്രാർത്ഥനയുടെ പ്രവാഹത്തിൽ എൻ്റെ പാപങ്ങളെല്ലാം മാറി. ഞാൻ ആ കണ്ണുനീരിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ദൈവത്തിൻ്റെ പൈതലായി ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ഒഴുകി വരാനിടയായി എന്ന്. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ വീട്ടിൽ എത്രയോ അത്ഭുതങ്ങൾ നടക്കുമെന്നറിയാമോ? എൻ്റെ ഭർത്താവ് മാറില്ല, എൻ്റെ മകൻ മാറില്ല, എൻ്റെ മകൾ മാറില്ല, എൻ്റെ ഗതി ഇതാണ്, എൻ്റെ ജീവിതത്തിലൊരു നന്മ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ നിരാശപ്പെടുന്ന നിന്റെ ജീവിതത്തിൽ നിന്നെ നീ തന്നെ ദുഷിക്കുന്നു. എന്നാൽ നിന്റെ ജീവിതത്തിലെ അവസ്ഥകളെ ഓർത്തുകൊണ്ട് നീ നിരാശപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതുപോലെ എനിക്കിനി വിസ കിട്ടില്ല, എനിക്കിനി നല്ലൊരു ജോലി കിട്ടില്ല, ഞാനിനി എക്സാമിൽ പാസ്സാവുകയില്ല, എനിക്കിനി ഇൻ്റർവ്യൂവിൽ പാസ്സാകുവാനായിട്ട് കഴിയുകയില്ല. 2 തവണ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു, 3 തവണ ഞാൻ പങ്കെടുത്തു, എൻ്റെ മകൾക്കിനി വിവാഹം നടക്കില്ല, ഇപ്പോൾ തന്നെ 10-15 ആലോചനകൾ വന്നു പോയിരിക്കുന്നു, ഇനിയും ഒന്നും തന്നെ നടക്കുന്ന ചാൻസ് ഇല്ല, എനിക്ക് ഉദരഫലം ഉണ്ടാകുന്നില്ല, കല്യാണം കഴിച്ചിട്ട് 3 വർഷമായി 4 വർഷമായി 5 വർഷമായി, ഇനിയും എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള നിരാശയാലും ഭയത്താലുമായിരിക്കും നീ ആയിരിക്കുന്നത്. ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താണത്? ഉപവാസ പ്രാർത്ഥന, കണ്ണുനീരോടുള്ള പ്രാർത്ഥന. ഹന്നായ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ അവിടെ വീട്ടിലെ പെനീന എന്ന സ്ത്രീ, അവൾക്ക് കുഞ്ഞുങ്ങളുണ്ട്. എപ്പോഴും ഇവളെ നിന്ദിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ല എന്നുള്ള ദുഃഖം ഒരു വശത്ത്, അതുപോലെ മറ്റുള്ളവരാൽ വരുന്നതായ അപമാനവും നിന്നയും മറ്റൊരു വശത്ത്. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന അനേകം സഹോദരിമാരുടെ ദുഃഖമാണിത്. കുഞ്ഞുങ്ങളില്ലാത്തതായ ദുഃഖം ഒരു വശത്ത്, അതുപോലെ മറ്റുള്ള ആളുകൾ കാണുമ്പോൾ എന്താണ് വിശേഷമായില്ലേ, ഒന്നും വിശേഷമായില്ലേ, നിങ്ങൾക്കെന്താണ് നിങ്ങളുടെ കാര്യം, നോക്കി ജീവിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ പോരെ. ഇല്ല എന്ന് പറഞ്ഞാൽ പറയും ആ ശരി എന്ന് പറഞ്ഞവർ തിരികെ പോകും. എന്താണ്, ചില ആളുകളാണെങ്കിൽ നിങ്ങളെ തലയിൽ കൈയൊക്കെ വെച്ചിങ്ങനെ അനുഗ്രഹിച്ചിട്ട് പോവും. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നതായ ആളുകളൊക്കെ ഉണ്ടോ? അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളെ ആരും തന്നെ നിന്ദിക്കുവാൻ പാടില്ല. ദൈവം നൽകുമെന്ന് പറയണം. മക്കൾ യഹോവ നൽകുന്നതായ ദാനം, ഉദരഫലം അവൻ്റെ ബഹുമാനം, അത് ഭാര്യ നൽകുന്നതല്ല, അതുപോലെ ഭർത്താവ് നൽകുന്നതും അല്ല. ചിലർ ഭാര്യയെ എടുത്തിട്ടിരിക്കുന്നത് കാണാം. കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് ഭർത്താവാണോ ഭാര്യയാണോ അതോ ഡോക്ടറാണോ? അത് ആരുടെയും കയ്യിലല്ല ഉള്ളത്. അത് ആരുടെ കയ്യിലാണുള്ളത്?
നീ അമ്മയുടെ ഉദരത്തിൽ ഒരു മാംസപിണ്ഡമായിരിക്കുമ്പോൾ തന്നെ നീ ആണായിരിക്കണമോ പെണ്ണായിരിക്കണമോ എന്ന് തീരുമാനിച്ചത് ആരാണ്? ആ ദൈവമായിരുന്നു. അനേകർ കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുമ്പോൾ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു എന്ന് ഭാരപ്പെടുന്ന മറ്റു ചിലരുണ്ട്. എന്താണ്? പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് എന്താണ് കുഴപ്പം? എത്ര പേർക്ക് പെൺകുഞ്ഞുങ്ങളുണ്ട്? കൈ ഉയർത്താമോ? അബ്ബാ, എത്ര നല്ലവരാണ് നിങ്ങൾ. ചിലർ പറയും കള്ളം പറയുന്നത് കൊണ്ടാണ് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നതെന്ന്. നമ്മുടെ നാട്ടിലെ ഓരോരോ അന്ധവിശ്വാസങ്ങളെ ഞാൻ പറയുന്നു. എന്നാൽ നിങ്ങളിൽ സ്നേഹം ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പെൺകുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുന്നത്. സ്നേഹം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആളുകൾക്കാണ് പെൺകുട്ടികൾ ജനിക്കുന്നത്. കാരണം പെൺകുട്ടികൾക്ക് സ്നേഹമാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അല്ലാതെ ഹേയ് ഓയ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആ പെൺകുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതാണ്. എനിക്ക് വിവാഹം കഴിഞ്ഞു. എനിക്ക് ജനിച്ചത് 3 ആൺകുട്ടികളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെറുപ്പത്തിലെ 4 ആൺമക്കളും 4 പെൺകുട്ടികളുമായിട്ടായിരുന്നു സഹോദരങ്ങൾ ഒരുമിച്ച് വളർന്നത്. എന്നാൽ ഞാൻ 3 ആൺകുഞ്ഞുങ്ങളെ വളർത്തി. പെൺകുഞ്ഞില്ലാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ 3 ആൺമക്കളുടെയും വിവാഹം കഴിഞ്ഞു. എനിക്ക് ഇപ്പോൾ 4 പെൺകുഞ്ഞുങ്ങളാണ് കൊച്ചുമക്കളായിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ 4 പെൺകുഞ്ഞുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നടക്കുന്നത് കാണാം. എന്നാൽ എന്നെ കാണുമ്പോൾ ഓടി വന്നിട്ട് അപ്പൂപ്പ അപ്പൂപ്പ എന്ന് പറഞ്ഞ് എൻ്റെ പിറകെ വരും. യഥാർത്ഥത്തിൽ പെൺകുഞ്ഞുങ്ങൾ കാണിക്കുന്നതായ സ്നേഹം, അവരുടെ കരുതൽ, അവർ മാതാപിതാക്കളോട് കാണിക്കുന്നതായ സ്നേഹമൊക്കെ കാണുമ്പോൾ ഒരുപാട് അതിശയമാണ് ഉണ്ടാകാറുള്ളത്. അപ്പാ, ചോറ് കഴിച്ചോ എന്ന് ചോദിക്കുന്നത് ആൺകുട്ടിയായിരിക്കുമോ പെൺകുട്ടിയായിരിക്കുമോ? ആരാണ് പറയുക? മകൻ ചോദിക്കുമോ? ഏയ്, കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാലും തിരികെ വരുമ്പോൾ ഒരു സാരി വാങ്ങിച്ചിട്ട് വരുന്നത് മകനാണോ മകളാണോ? പറയൂ, ആലോചിച്ച് പറയുക. മകൻ കൊണ്ടുവരുമോ? അവൻ്റെ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും വരുന്നത്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 2 വർഷങ്ങൾ കൊണ്ടുവരുമായിരിക്കാം. 4 വർഷം കഴിഞ്ഞാൽ പിന്നെ അമ്മയുമില്ല, സാരിയുമില്ല. അമ്മയ്ക്ക് കൈയുടെ ഇവിടം മുതൽ ഇവിടം വരെ ഞാൻ വള വാങ്ങിച്ചു തരാമെന്ന് ഒരു മകൻ പറഞ്ഞു. ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ് അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. എനിക്ക് ജോലിയൊക്കെ കിട്ടട്ടെ, അമ്മയ്ക്ക് ഒരുപാട് ഞാൻ സ്വർണം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ജോലി കഴിഞ്ഞു, അവൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഒരമ്മ പറഞ്ഞു, മകനെ ആ വളയോടെ ഇങ്ങ് തന്നേക്കുക എന്ന് പറഞ്ഞു. അവൻ വാങ്ങിക്കൊടുത്തില്ല. മറിച്ച് അമ്മയുടെ വള കൂടെ അവൻ എടുക്കാനിടയായി. ദൈവം ഏത് കുഞ്ഞിനെ നൽകിയാലും ദൈവം നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ മഹത്വത്തിൽ വളർത്തണം. ആൺകുഞ്ഞുങ്ങൾ ആവശ്യമാണ്, പെൺകുഞ്ഞുങ്ങളും ആവശ്യമാണ്. നമുക്ക് ദൈവം ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും നൽകും. എന്നാൽ നാം അവരെ വളർത്തുന്ന രീതി അനുസരിച്ചാണ് അവർക്ക് വിലയുണ്ടാകുന്നത്. ഈ കാലത്ത് ചില ആൺകുട്ടികളും പെൺകുട്ടികളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവരുണ്ട്. എൻ്റെ 3 ആൺമക്കളും എന്നെ പെൺമക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. അവർ മുതിർന്നവരായിട്ടും ഒരു മാറ്റവുമില്ല. അതുപോലെ തന്നെ ചില പെൺകുട്ടികളുമുണ്ട്. കല്യാണം കഴിപ്പിച്ച് വിട്ടാലും പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോൾ, അമ്മേ ക്രിസ്മസ് വന്നു, ന്യൂ ഇയർ വന്നു, ഓണം വന്നു, എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് മാതാപിതാക്കളെ ശല്യം ചെയ്യുന്നതായ പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. നോക്കുക, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നതല്ല പ്രധാനം. യേശു കർത്താവിനെ അറിയുന്ന കുഞ്ഞുങ്ങളായിട്ട് അവരെ വളർത്തിയെടുക്കുമ്പോൾ അവർ ആ സ്നേഹം നമുക്ക് പങ്കുവയ്ക്കാനിടയാകും. നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നിനക്ക് ആൺകുട്ടിയില്ല എന്നുള്ളതായ പെൺകുട്ടിയില്ല എന്നുള്ള കുറവ് തോന്നിയേക്കാം. ജോലിയില്ലായ്മയുടെ കുറവുണ്ടായിരിക്കാം. ഭർത്താവ് മാനസാന്തരപ്പെടുകയില്ല എന്ന് കുറവുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഭർത്താവിന് നല്ലൊരു ജോലിയില്ലെന്നുള്ള കുറവുണ്ടായിരിക്കാം. എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നുള്ള വിചാരമുണ്ടായിരിക്കാം. നിങ്ങൾ കോടതിയിലല്ല, പോലീസിലല്ല, കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയിൽ കൂടി സാധിക്കാൻ കഴിയാത്തതൊന്നും തന്നെ ഇല്ല. അത് നാം വിശ്വസിക്കണം. യെശയ്യാവിന്റെ പുസ്തകം 58-ാം അധ്യായം 3-ാം വാക്യം വായിക്കുന്നു. നോക്കുക. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നത് എന്ത്? ഇതു നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. വ്യാപാരം ചെയ്തുകൊണ്ട് നീ ഉപവാസത്തിലിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ നീ ഉപവാസത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ടാണ് നിനക്ക് മേന്മയുണ്ടാകാത്തത്. നീ ഉപവാസത്തിലാണെന്ന് പറയുന്നു, എന്നാൽ നിന്റെ വേലക്കാരെ കൊണ്ട് കഠിനമായിട്ട് വേല ചെയ്യിക്കുന്നു. യാതൊരു ദയയും കാണിക്കാതെ മറ്റുള്ള ആളുകളെ കൊണ്ട് കഠിന വേല ചെയ്യിപ്പിക്കുന്നു. വളരെ സ്ട്രിക്റ്റായിട്ട് ചെയ്യുക, അത് ചെയ്യുക എന്ന് നീ കൽപ്പിക്കുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ നീ പറയുന്നു, കർത്താവേ കരുണ കാട്ടണമേ എന്ന്. മറ്റുള്ളവരോട് കഠിനമായി പ്രവർത്തിച്ച് ദൈവസന്നിധിയിൽ കരുണ യാചിച്ചാൽ നിനക്കത് ലഭിക്കുമോ? ദൈവത്തിൻ്റെ ദയ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ മറ്റുള്ള ആളുകളോട് ദയ കാണിക്കുവാൻ ഇടയാകണം. അതാണ് വചനം പറയുന്നത്. അടുത്തത്, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ടും അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്.
ഉപവാസത്തിലിരുന്നിട്ട് പ്രാർത്ഥിക്കാതെ കലഹിക്കാനിടയാകും, പരസ്പരം വഴക്കുണ്ടാക്കും, പരസ്പരം തർക്കത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഉപവാസമിരിക്കുന്ന വ്യക്തി ദൈവത്തോടാണ് സംസാരിക്കുന്നത്, അല്ലാതെ മറ്റുള്ള വ്യക്തികളോടല്ല. ഉപവാസമിരുന്നു കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കാതെ വിവാദങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരികയില്ല. എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല. നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത് എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതാണോ? അതല്ല യഥാർത്ഥത്തിലുള്ള ഉപവാസം. യഥാർത്ഥത്തിലുള്ള ഉപവാസം എന്താണെന്ന് വെച്ചാൽ, നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്. 6-ാമത്തെ വാക്യം, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതെയിരിക്കുന്നതും, ഇതല്ലോ എനിക്കിഷ്ടമുള്ള ഉപവാസം. നിങ്ങൾ ഉപവാസത്തിലിരുന്നിട്ട് പലരും നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഉപവാസമായിരുന്നു. എന്തായിരുന്നു? അല്ല, അരി തീർന്നു പോയിരുന്നു. അരി തീർന്നു പോയെങ്കിൽ, ആഹാരമില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ, നീ കഴിക്കാതിരിക്കുമ്പോൾ ഉപവാസമിരിക്കുന്നു എന്നല്ല പറയുന്നത്. അതിന് എന്താണ് പറയുന്നത്? പട്ടിണിയിരിക്കുക. അത് പട്ടിണിയിരിക്കുക എന്നതാണ്. എന്നാൽ ആഹാരം ഉണ്ടായിട്ടും കഴിക്കാതെ ഇരിക്കുമ്പോഴാണ് അത് ഉപവാസമായി മാറുന്നത്. ഒരാൾ ചോദിച്ചു, ഇന്ന് കറി എന്താണ്? മീൻ കറി. അയ്യോ, മീനാണോ? ഞാൻ ഉപവസിക്കാൻ വേണ്ടി വിചാരിച്ചതാണ്. ആ ശരി, കുഴപ്പമില്ല, ഇപ്പോൾ തന്നേക്കൂ. ചിലർ അങ്ങനെയാണ്. ശരി, കറി എന്താണ്? അയ്യോ, ഇന്ന് മോര് മാത്രമേ ഉള്ളൂ. ശരി, ഒരു കാര്യം ചെയ്യ്, നാളെ ഉപവസിക്കാൻ വേണ്ടി വിചാരിച്ചതാണ്. കുഴപ്പമില്ല, ഇന്ന് തന്നെ ഉപവസിച്ചേക്കാം, നാളെ നല്ല കറി വയ്ക്കുക. അങ്ങനെ ആഹാരത്തിൻ്റെ കാര്യം നോക്കിയിട്ട് ഉപവസിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നീ ഉപവസിക്കുന്നതായ സമയത്ത് ആ നേരത്തെ നിന്റെ ആഹാരം മിച്ചമാകുമല്ലോ, ആ നേരത്തെ അരി മിച്ചമാകുമല്ലോ. അത് ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതാണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഉപവാസം. നീ ഒരു നേരം കഴിക്കാതെ ഇരുന്ന് ആ ഒരു നേരം മറ്റാർക്കെങ്കിലും നിന്റെ ആഹാരം കൊടുക്കുമ്പോൾ അത് ദൈവം കണ്ടിട്ട് സന്തോഷിക്കാനിടയാകും. ഉപവാസം എന്നത് പ്രത്യേകമായൊരു നിഷ്ഠയല്ല, ഒരു പ്രത്യേകമായ ആചാരമല്ല. ഉപവാസം എന്ന് പറയുമ്പോൾ ദൈവത്തോട് നിന്റെ ഹൃദയത്തെ പകരുന്നതായ, നിന്റെ ഹൃദയത്തെ പങ്കുവയ്ക്കുന്നതായ അനുഭവമാണ് യഥാർത്ഥത്തിലുള്ള ഉപവാസം എന്ന് പറയുന്നത്. ഞാൻ ചെറുപ്പത്തിൽ ഇന്റർമീഡിയറ്റ് പഠിക്കുന്നതായ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സഹോദരി മെഡിസിന് പഠിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഫൈനൽ എക്സാം വരുന്ന സമയത്ത് അപ്പോൾ ആഹാരം കഴിക്കില്ല. എന്താ ചേച്ചി ആഹാരം കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ പറയും, നാളെ എക്സാം ഉണ്ട് എന്ന്. പരീക്ഷയുണ്ടെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ആഹാരം കഴിക്കാതിരിക്കുന്നത്? ആഹാരവും പരീക്ഷയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ആഹാരം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ക്ഷീണമുണ്ടാകാനിടയാകും, അപ്പോഴെനിക്ക് മനസ്സ് ഏകാഗ്രമാക്കുവാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഒരു നേരം ഉപവസിക്കുന്നതെന്ന് പറയും. അതുപോലെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ക്ഷീണം വരികയാണെങ്കിൽ നമുക്ക് ഉറക്കം വരുവാനിടയാകും. അങ്ങനെ ഉറക്കം വരാതിരിക്കുവാൻ, ഏകാഗ്രത നഷ്ടപ്പെടാതിരിക്കാൻ നാം ദൈവസന്നിധിയിൽ ഉപവസിക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റു ചില ആളുകളെ നോക്കുകയാണെങ്കിൽ അവർ ഉപവസിക്കുന്നത് മനുഷ്യരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ചില സഹോദരിമാർ സങ്കടപ്പെട്ട് ഇരിക്കുന്നത് കാണാം. എന്താണ് സഹോദരി, എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറയും, നിനക്കറിയല്ലേ, ഞാൻ ഉപവസിക്കുകയാണ്, ഞാൻ ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥന ചെയ്യുകയാണ്. വലിയ കാര്യമാണെന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപട ഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ മുഖം വിരൂപമാക്കുവാൻ പാടില്ല. എന്താണ്? 40 രാവും 40 പകലും ഉപവാസ പ്രാർത്ഥന ചെയ്തിട്ട് മോശ മലമുകളിൽ നിന്നും ഇറങ്ങി വരുവാനിടയായി. അവന്റെ മുഖം അപ്പോൾ എങ്ങനെയായിരുന്നു? അത് വാടിയിരിക്കുകയായിരുന്നോ? അവന്റെ കണ്ണ് താഴ്ന്ന മുഖം ശുഷ്കിച്ചിരിക്കുകയായിരുന്നോ? എന്താണ് പറയുക? എങ്ങനെയായിരുന്നു? അവന്റെ മുഖം പ്രകാശിക്കുവാനിടയായി എന്ന് പറയുന്നു.
അവൻ്റെ മുഖം നോക്കുവാൻ ആർക്കും കഴിയുന്നില്ല. ലൈറ്റിനെ പോലെയാണ്. അവൻ്റെ മുഖത്ത് മൂടുപടം ഇടേണ്ടതായിട്ട് പിന്നീട് വരുന്നു. ദൈവസന്നിധിയിൽ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ക്ഷീണമല്ല ഉണ്ടാകുന്നത്, ബലമാണ് ഉണ്ടാകുന്നത്. ബലഹീനതയല്ല ഉണ്ടാകുന്നത്, ശക്തിയാണ് ഉണ്ടാകുന്നത്. ശക്തി ക്ഷയിക്കുകയല്ല, ബലഹീനരായി പോവുകയല്ല. ഈ ശരീരത്തെ നീ അടക്കുന്ന സമയത്ത് നിന്റെ ആത്മാവിന് പുതിയ ബലം ലഭിക്കുവാനിടയാകും. ആത്മാവ് ജഡത്തിന് എതിരാണ്. ശരീരത്തെ അടക്കി വയ്ക്കുകയാണെങ്കിൽ ആത്മാവ് ബലപ്പെടുന്നു. ആത്മാവിനെ അടക്കി വയ്ക്കുകയാണെങ്കിൽ ശരീരം ബലപ്പെടുന്നു. രാവിലെ ഉണർന്നത് മുതൽ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ധരിക്കുമെന്ന് ജഡമനുഷ്യർ ജഡത്തിന്റെ കാര്യങ്ങൾ ആലോചിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ മനുഷ്യർ ആത്മാവിനുള്ളതാണ് അന്വേഷിക്കുന്നത്. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് മനുഷ്യരെ കാണിക്കുന്നതിന് വേണ്ടിയല്ല. അടുത്തത് വായിക്കുക. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഉപവസിക്കുന്ന സമയം നിന്റെ തലയിൽ എണ്ണ തേച്ച് നിന്റെ മുഖം കഴുകിക്കൊണ്ട് സന്തോഷത്തോടെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ കാണുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നിന്റെ ഹൃദയത്തെ നേരെയാക്കുക. അപ്പോൾ അവൻ മറുപടി നൽകും. എനിക്കങ്ങനെ ഉപവസിക്കാനുള്ളതായ അവസരങ്ങൾ ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസം ഇരിക്കുക, എല്ലാ ബുധനാഴ്ചയും ഉപവാസം ഇരിക്കുക. പരീശന്മാർ ആഴ്ചയിൽ 2 തവണ ഉപവസിക്കുമായിരുന്നു. ഞാൻ ആഴ്ചയിൽ 2 നേരം ഉപവസിക്കുന്നു, എൻ്റെ വരുമാനത്തിനെല്ലാം ദശാംശം കൊടുക്കുന്നു. അപ്പോൾ ദൈവം പറയുന്നു, നിങ്ങളുടെ ഭക്തി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഭക്തിയെ തികഞ്ഞു വരുന്നില്ല എങ്കിൽ നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരല്ല. നാം ആഴ്ചയിൽ 3 തവണ 1 നേരമെങ്കിലും ഉപവാസം ഇരിക്കേണ്ടതാണ്. ഇപ്പോൾ പുതുതായി വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. അതായത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ആഹാരം കഴിക്കാതെ ഉപവസിക്കുന്ന രീതി. അതായത് ഇക്കാലത്ത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കുറവാണ്. അതുപോലെ നമ്മുടെ അന്തരീക്ഷം വളരെ മോശമാണ്. ദഹനക്രിയകൾ ശരിയായി നടക്കുന്നില്ല. തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ BP, അങ്ങനെ പലവിധത്തിലായ രോഗങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് പലവിധമായ ബലഹീനതകളുണ്ട്. നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് ശുദ്ധീകരണം നടക്കുവാനിടയാകുന്നു. അതുപോലെ നമ്മുടെ വയറ്റിൽ ഉള്ളതായ അനാവശ്യമായ മാലിന്യങ്ങളെല്ലാം പുറംതള്ളപ്പെടുവാനിടയാകുന്നു. അപ്പോൾ ആരോഗ്യപരമായി തീരും. ഡോക്ടർമാർ പറയുന്നു, ആഴ്ചയിൽ 1 ദിവസം ഉപവസിക്കുകയാണെങ്കിൽ വയറിന് അസുഖം വരില്ല എന്നാണ്. എന്താണ്? കർത്താവിൻ്റെ കൽപ്പനകളെ നാം കൈക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം നല്ല ആരോഗ്യവാന്മാരായിരിക്കും. ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ദിവസം നിങ്ങളൊരു തീരുമാനമെടുക്കുക. എൻ്റെ ജീവിതത്തിൽ 1971 ഫെബ്രുവരി 15 ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഉപവാസം എടുത്തു. അന്ന് ആ ചർച്ചിൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതാകുന്നു പ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം എന്ന് പറഞ്ഞപ്പോൾ അന്നു ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകാതെ ആ രാത്രിയിൽ തന്നെ ആ സഭയിൽ ഇരുന്നു കൊണ്ട് വളരെ ആഗ്രഹത്തോടുകൂടി ഉപവാസത്തോടുകൂടി, കർത്താവെ നീ എന്നെ തൊടയണമേ, അതുപോലെ നീ എന്നോട് സംസാരിക്കണമേ എന്ന് ആ രാത്രിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. അന്ന് വെളുപ്പിനെ 1:45 സമയത്ത് കർത്താവിനോട് സംസാരിച്ചു. ഞാൻ സഭയുടെ ഒരു മൂലയിൽ, അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, എല്ലാവരും കടന്നു പോയിരിക്കുന്നു. സഭയുടെ ഒരു മൂലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കണ്ണു തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു മൂലയിൽ നിന്ന് വലിയൊരു പ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കുവാനിടയായി. അവിടെ ഞാൻ കണ്ടു, ക്രൂശിൽ കർത്താവ് കിടക്കുന്നു. അവൻ്റെ മുഖം വെട്ടിത്തിളങ്ങുകയാണ്. അവൻ്റെ മുഖത്ത് നോക്കുവാൻ കഴിയില്ല, മുഖം പ്രകാശം കൊണ്ട് വിളങ്ങുകയാണ്. അവൻ്റെ മുഖത്ത് അതുകൊണ്ട് നമുക്ക് നോക്കുവാനായിട്ട് കഴിയുകയില്ല. മുഖം പ്രകാശത്താൽ വെട്ടിത്തിളങ്ങുന്നു. അതോടൊപ്പം ക്രൂശിൻ്റെ രൂപം എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ താഴെ വീണു. പിന്നീട് രാവിലെ 8:20 വരെയും ഞാൻ കണ്ണുനീരോടെ അവിടെ കിടന്ന് പ്രാർത്ഥിക്കാനിടയായി. ഉച്ചരിച്ചു കൂടുവാൻ കഴിയാത്ത മൂളലുകളാൽ, ഞരക്കങ്ങളാൽ എൻ്റെ പാപങ്ങളെല്ലാം തന്നെ പരിശുദ്ധാത്മാവ് എന്നിൽ കൂടി ഏറ്റുപറയുവാനിടയായി. എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം പ്രാപിച്ചു. അതായിരുന്നു എൻ്റെ രക്ഷയുടെ ദിവസം. അതുകൊണ്ടാണ് അന്നു മുതൽ എനിക്ക് കാൽവറി എന്ന് കേൾക്കുന്നതിന് ഇഷ്ടമാണ്. ആ കാൽവറി ദർശനമാണ് എൻ്റെ ഹൃദയത്തെ തകർത്തത്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ മാറ്റിമറിച്ചത്. എൻ്റെ പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കുവാനിടയായി. കർത്താവിൻ്റെ ദർശനം
എനിക്ക് കെട്ടുതിൽ കൂടി. അതിനുശേഷം അനേക തവണ അനേക വിഷയങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസമിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മദ്യപാനിക്ക് വേണ്ടി, വ്യഭിചാരിക്ക് വേണ്ടി, ഒരു കള്ളന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവേ അവരെ നീ ദർശിക്കണമേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ വരുന്ന ആഴ്ചകളിൽ കടന്നു വരുമ്പോൾ മാനസാന്തരപ്പെട്ട് ആ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അനുസരണയോടെ കടന്നു വരുന്നത് എൻ്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അനേക അനുഭവങ്ങൾ എനിക്കുണ്ട്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ കർത്താവിനോട് പറയുക, കർത്താവ്, ഇതാകുന്നു എൻ്റെ പ്രശ്നം, ഇതാകുന്നു എൻ്റെ ആവശ്യം. എൻ്റെ മക്കൾ മാനസാന്തരപ്പെടണം, എൻ്റെ കുടുംബം പണിയപ്പെടണം, എനിക്ക് ഗർഭഫലം വേണം, എൻ്റെ ശരീരത്തിലെ രോഗങ്ങളെയെല്ലാം മാറ്റണമേ. ഈ ബിപിയും തൈറോയിഡും കാരണം ഭാരപ്പെടുകയാണ് ചെയ്യുന്നത്. എൻ്റെ രക്തത്തിൽ അണുക്കൾ ഉണ്ട്, എൻ്റെ ശരീരത്തിൽ രോഗങ്ങളുണ്ട്, എൻ്റെ ഞരമ്പുകൾ ബലഹീനമായിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ഇൻഫെക്ഷൻ ഉണ്ട്, എൻ്റെ ശരീരത്ത് പലവിധമായ രോഗം ബാധിച്ചിരിക്കുകയാണ്. എനിക്ക് നല്ല ആരോഗ്യം നൽകണമേ കർത്താവേ. വായ് തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ ദർശിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് വായ് തുറന്ന്, കർത്താവേ, ഇതാകുന്നു എൻ്റെ പ്രശ്നം, ഇതാകുന്നു എൻ്റെ ദുഃഖം, ഇതാകുന്നു എൻ്റെ അവസ്ഥകൾ. എനിക്കതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, വചനം വായിക്കുവാൻ കഴിയുന്നില്ല, ഞാൻ ബലഹീനനായി പോകുന്നു, പലപ്പോഴും ഭയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിശാച് എൻ്റെ മേലിപ്പോൾ ഭരണം നടത്തുന്നത്. പിശാച് എന്നെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ശരീര ഇച്ഛകൾക്ക് വഴങ്ങുന്നു, ലോകപ്രകാരമുള്ള ചിന്തകൾക്ക് വഴങ്ങുന്നു, പലവിധമായ കുടുക്കുകളിൽ പെട്ടു പോയിരിക്കുകയാണ്, പലവിധമായ പ്രശ്നങ്ങളിൽ ഞാൻ അകപ്പെട്ടു പോയിരിക്കുകയാണ്. കർത്താവേ, എനിക്ക് വിടുതൽ നൽകണമേ, എനിക്ക് സമാധാനമില്ല, എനിക്ക് സമാധാനം നൽകണമേ, എന്നെ എഴുന്നേൽപ്പിക്കണം. ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ നീ എഴുന്നേൽപ്പിക്കണമേ, ഉറപ്പുള്ള പാറയിൽ എന്നെ നീ നിർത്തണമേ എന്ന് ആരൊക്കെയാണോ കർത്താവെ പ്രാർത്ഥിക്കുന്നത്, അവരുടെ പ്രാർത്ഥനകളെ നീ കൈക്കൊള്ളണമേ. ആർക്ക് ഏത് രോഗമാണുള്ളത്, ആർക്ക് ഏത് പ്രശ്നമാണുള്ളത്, ഏത് പ്രതിസന്ധിയാണുള്ളത്, ഓരോരുത്തരും അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളെയും നന്നായിട്ട് അറിയുന്ന ദൈവമാകുന്നുവല്ലോ നീ. ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്നവനാണല്ലോ. ഞങ്ങൾ ചോദിക്കുന്നതിലും അത്യന്തപരമായി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാകുന്നുവല്ലോ. നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഞങ്ങൾക്ക് രക്ഷ വേണം, ഞങ്ങൾക്ക് വിടുതൽ വേണം, ഞങ്ങൾക്ക് മാനസാന്തരം വേണം. എൻ്റെ മക്കൾ മാറണം, എൻ്റെ ഭർത്താവ് മാറണം, എൻ്റെ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം, എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകണം, ഈ എക്സാമിൽ ഞാൻ പാസ്സാകണം, എനിക്ക് ജ്ഞാനം നൽകണം. അങ്ങനെ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥന കേൾക്കണമേ അപ്പ. പിശാചിട്ടിരിക്കുന്നതായ സകല ബന്ധനങ്ങളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. അടഞ്ഞുപോയ ഗർഭങ്ങളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തുറക്കുമാറാകട്ടെ. വരുന്ന വർഷം കുഞ്ഞുമായിട്ട് വന്നിട്ട് നിന്നോട് സാക്ഷ്യം പറയുവാൻ സഹായിക്കണമേ അപ്പ. ഇപ്പോൾ എക്സാമുകൾ അടുത്തിരിക്കുന്നു, എക്സാം എഴുതാൻ പോവുകയാണ്. വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ഭയത്തോടെ ആയിരിക്കുന്നതായ നിന്റെ മക്കൾക്കെല്ലാം നീ നല്ല വിജയം നൽകിയവരെ ബലപ്പെടുത്തണമേ. അവർ ഉന്നതമായ വിജയങ്ങളെ നേടിയെടുക്കുവാൻ തക്കവണ്ണമുള്ള കൃപ അവർക്ക് കൊടുക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.